തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാത്തദം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. നമസ്തേ. ഇന്ന് വചനാമൃതം 1-ാം വോള്യം 11-ാം ഭാഗം, അത് അധ്യായം 5-6 ആണ് ഇന്നലത്തെ ബാക്കി. ഇന്ന് നമ്മൾ നോക്കാം. ഇന്ന് പ്രധാനമായിട്ടും ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് സാധാരണ ലൗകിക മനുഷ്യരും സന്യാസിയും അവതാരവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ തുടങ്ങുന്നത്. വിശകലനത്തിൽ തുടക്കം. സന്യാസിയും സാധാരണ മനുഷ്യരും തമ്മിൽ, ലൗകികനും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്നുള്ളത് ആദ്യം പരിശോധിക്കും. അത് കഴിഞ്ഞ് സന്യാസിയും അവതാരവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പരിശോധിക്കും. ഇതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അത് വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ അത് വളരെ വ്യക്തമായി അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഭക്തന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം കൂടെ കടന്നു വരുന്നത്, ഈ മാസ്റ്റർ മഹാശയൻ ആദ്യമായി ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാൻ ചോദിച്ചിരുന്നു, സാകാരത്തിലാണോ നിരാകാരത്തിലാണോ താല്പര്യം, വിശ്വാസം എന്ന്. അപ്പോൾ പറഞ്ഞു നിരാകാരത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ നിരാകാരം എന്നുദ്ദേശിച്ചത്, അക്കാലത്ത് മാസ്റ്റർ മഹാശയൻ ഉദ്ദേശിച്ചത് വിഗ്രഹത്തെക്കുറിച്ചാണ്. വിഗ്രഹത്തോട് താല്പര്യമില്ല, വിഗ്രഹം അല്ലാത്ത ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അതാണ് നിരാകാരം എന്നാണ്. മറ്റേ സാകാരം എന്ന് പറയുമ്പോൾ വിഗ്രഹം. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഇപ്പോഴും പറയുന്നു നിരാകാരം എന്ന്. പക്ഷെ ഇന്ന് നിരാകാരത്തെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ മഹാശയൻ്റെ സങ്കല്പം തന്നെ ഇതിനകം മാറിക്കഴിഞ്ഞു. കാരണം അന്ന് നിരാകാരം എന്നുദ്ദേശിച്ചത് വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹമില്ലാത്തത് എന്നുള്ള ചെറിയൊരു ഘടന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷെ ഇന്ന് വന്നപ്പോൾ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഈ നിരാകാരം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നിരാകാരമല്ല, അത് സാകാരത്തിൻ്റെ പ്രപഞ്ചത്തോളം വലിയ ഒരു ഭാവമാണ് എന്ന് മാസ്റ്റർ മഹാശയന് മനസ്സിലായി. യഥാർത്ഥത്തിൽ അത് നിരാകാരമല്ല, ഈ പ്രപഞ്ചം തന്നെ സാകാരമായി തീരുകയാണ്, ഒരു വിഗ്രഹം എന്നുള്ള കോൺസെപ്റ്റ് അല്ല. അപ്പം അത്രയും വലിയ മാറ്റത്തിലേക്ക് എങ്ങനെ താൻ എത്തിയെന്നുള്ളതും ഈ ഭാഗത്ത് കൃത്യമായി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതാണ് ഈ ഭാഗത്തെ വളരെ പ്രത്യേകമായി നമുക്ക് കാണാനുള്ളൊരു കാര്യം. അപ്പോൾ ഇനിയുള്ളത് ഇതിൻ്റെ വീഡിയോ ഇല്ല, ഓഡിയോ മാത്രമാണ് കേൾക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ആ ഓഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ വചനാമൃതത്തിൻ്റെ ഈ ഭാഗം നല്ല രീതിയിൽ അതിനകത്ത് വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കേൾക്കുക. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ
രാമകൃഷ്ണായ തേ നമ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 11-ാം ഭാഗം. നമ്മളിപ്പോൾ അധ്യായം 5, 6 ആ ഭാഗങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. 11-ാം ഭാഗത്തിലെ അധ്യായം 5, 6. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് സന്യാസിയും സാധുവും അവതാരവും തമ്മിലുള്ള വ്യത്യാസം. സന്യാസിയും അവതാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ് ഇന്നത്തെ ഒരു ചിന്താവിഷയം. ഈ സന്യാസിയും സാധാരണ ഈ സംസാരിയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം അത് ഒന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് അടുത്ത അവതാരവും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിന് നമുക്കൊരു കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ഇപ്പോൾ സംസാരിയും സന്യാസിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ അതിനൊരു കഥയുണ്ട്. ലൗകികനായിരിക്കുന്ന ഒരാൾ ഒരു സന്യാസിയോട് താല്പര്യം തോന്നി ആ സന്യാസിയെ ശ്രദ്ധിച്ച് ആ സന്യാസിയോടൊപ്പം കൂടെ സാധനകളിലൊക്കെ ബന്ധപ്പെട്ട് സന്യാസിയെ പിന്തുടരുകയാണ് ഈ ലൗകികനായിട്ട ആൾ. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ സന്യാസി രാവിലെ ഉണരുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ മറ്റ് പല ജോലികളിലും ഏർപ്പെടുന്നു, പിന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അല്പം വിശ്രമിക്കുന്നു, വൈകിട്ട് നടക്കാനിറങ്ങുന്നു, സന്ധ്യയായപ്പോൾ വിളക്ക് കൊളുത്തി ആരാധന അങ്ങനെയുള്ള കാര്യങ്ങൾ, നാമജപം, ഭജന ഇതൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു ചിലപ്പോൾ, അത് കഴിഞ്ഞ് അത്താഴം കഴിക്കുന്നു, ഉറങ്ങുന്നു. അപ്പോൾ ഈ ലൗകികൻ വിചാരിച്ചു ഇതൊക്കെ തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്. അപ്പം ഞാനും സന്യാസിയും തമ്മിൽ അപ്പോൾ എന്താണ് വ്യത്യാസം? ഇതായിരുന്നു ലൗകികനെ അലട്ടിയ ഒരു പ്രശ്നം. നോക്കുമ്പോൾ ലൗകികരായ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സന്യാസിയും ചെയ്യുന്നത്. ആകെ ഒരു വ്യത്യാസം വേഷത്തിൽ മാത്രമായിട്ടാണ് തോന്നുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മേൽപ്പറഞ്ഞ ഏതൊരു കാര്യമാകട്ടെ സന്യാസിയെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്നില്ല. എന്ന് വച്ചാൽ ഏത് നിമിഷവും ഏതു വേണമെങ്കിലും ഉപേക്ഷിക്കാം. ഈ ഒരു ദിവസത്തെ ആ ദിനചര്യകളിൽപ്പെട്ട എന്തും വേണമെങ്കിൽ അത് മൊത്തത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതൊരു ഭാഗമോ ഉപേക്ഷിക്കാൻ ഒരു സന്യാസിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കണ്ട. ഇനി ആ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി ലഭിച്ചില്ല എങ്കിൽ അസ്വസ്ഥതയുമില്ല. അതാണ് അതിനകത്തെ വ്യത്യാസം. കാരണം മേൽപ്പറഞ്ഞ ഈ ലൗകിക കർമ്മങ്ങളിലൊന്നും സന്യാസിയെ സംബന്ധിച്ച് അറ്റാച്ച്മെൻ്റ് ഇല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ അതേസമയം ഇതിൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം വ്യത്യാസം വന്നാൽ ലൗകികനെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജോലിക്ക് തടസ്സമുണ്ടാകുക, ഇങ്ങനെ വരുന്ന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഏതൊരു സംഘർഷങ്ങളും അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സന്യാസിക്ക് ഇതൊന്നും അയാളെ ബാധിക്കുന്നില്ല. സന്യാസിയെ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്യാസി ഒരുപോലാണ്. സന്യാസിക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിപ്പോകാം. ആ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രം മതി, മറ്റെല്ലാം ഉപേക്ഷിക്കാം, ഒന്നും ആലോചിക്കേണ്ട, ഇറങ്ങിപ്പോകാം. ഇതായിരുന്നു സന്യാസിയും ലൗകികനും തമ്മിൽ ആലോചിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ വ്യത്യാസം. ഇതാണ് ലൗകികൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടത്. എന്നാൽ ഇവിടെ അവതാരവും സന്യാസിയും തമ്മിലാണ് പിന്നീട് വ്യത്യാസം ഭഗവാൻ ഇവിടെ പരിഗണിക്കുന്നത്. എന്താണ് ഈ അവതാരവും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം? ഈ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സാധനാബലം ഉള്ളവരാണ്.
ഭഗവാൻ തന്നെയാണത് പറയുന്നത്. ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ്. സാധനാബലമുള്ളവരാണ് സന്യാസിമാർ, യോഗിമാർ അല്ലെങ്കിൽ സാധുക്കൾ. അവർ സാധാരണ ജീവന്മാരായിരുന്നു നേരത്തെ. ഈ സന്യാസിമാരും നേരത്തെ സാധാരണ ജീവന്മാരായിരുന്നു. സാധനാബലം കൊണ്ട് അവർ സമാധ്യവസ്ഥയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തെ പ്രാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് സാധനാബലം കൊണ്ടാണ് സാധിക്കുന്നത്. അങ്ങനെയുള്ളവർ സമാധി അവസ്ഥയിലായിരിക്കെ ജീവൻ മുക്തരായി തീരുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ജീവൻ മുക്തരാകുന്നത്. അതേസമയം അവർ സാധാരണ നിലയിലേക്ക്, ഈ ജീവൻ മുക്തരായിത്തീർന്ന സന്യാസിമാർ ഒരിക്കലും സാധാരണ നിലയിലേക്ക് പിന്നെ ഒരിക്കലും മടങ്ങി വരില്ല. ഇവിടെ അവതാരവും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, അവതാരങ്ങൾ അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നത് അവതാരങ്ങൾ ജീവൻ മുക്തിയുടെ താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സന്യാസിയെ സംബന്ധിച്ച് അയാൾ സാധനാക്രമങ്ങളിലൂടെ ആ ഒരു സ്റ്റേജ് അറ്റൈൻ ചെയ്യുകയാണ്. പക്ഷെ അവതാരങ്ങൾ ആ ജീവൻ മുക്തിയുടെ താക്കോല് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടോ അവർ മനുഷ്യരൂപം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർ ഒരു മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ കാഴ്ചപ്പാടിൽ, ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ മനുഷ്യരൂപത്തിലാണെന്ന് മാത്രം. അവതാരങ്ങൾ മനുഷ്യരൂപം എടുത്തു വരുമ്പോഴും സമാധി അവസ്ഥയിലേക്ക് പോകുന്നത് പതിവാണ്. അവതാരങ്ങൾ സമാധി അവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഭഗവാൻ തന്നെ പല തവണ സമാധി അവസ്ഥയിലേക്ക് പോകും. എന്നാൽ അവതാരോദ്ദേശം എന്നത് ലോകമംഗളമാണ് എന്ന് അവർക്കറിയാം. അവർ ഈ ശരീരം സ്വീകരിച്ച്, മനുഷ്യ ശരീരം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ലോകമംഗളത്തിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർക്കെപ്പോൾ വേണമെങ്കിലും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാം. അതാണ് സന്യാസിയും അവതാരവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ജീവൻ മുക്തിയുടെ താക്കോൽ അവരുടെ കയ്യിലാണെന്ന് പറയുന്നത്. അവർക്ക് ഏതവസരത്തിൽ വേണമെങ്കിലും ഈ സമാധി അവസ്ഥയുടെ, ജീവൻ മുക്തി അവസ്ഥയിലേക്ക് അവർ പ്രാപിക്കുന്നത് പോലെ തന്നെ അവർ മടങ്ങി സാധാരണ നിലയിലേക്കും വരും. അവർക്ക് രണ്ട് ഭാഗവും എപ്പോൾ വേണമെങ്കിലും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റാൻ കഴിയും. കാരണം അവരുടെ കയ്യിലാണ് ജീവൻ മുക്തിയുടെ താക്കോലിരിക്കുന്നത്. എപ്പോഴിത് ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ പൂർണ്ണമായും ലോക്ക് ചെയ്തിട്ട് അവരങ്ങ് പോകും. പക്ഷേ അവർ ഇപ്പോൾ ഇത് തുറന്ന്, അവരുടെ ആ പ്രവർത്തിക്കായി തുറന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അവതാരവും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം. കാരണം അപ്പോഴൊരു ചോദ്യമുണ്ടാവും, പിന്നെ എന്തുകൊണ്ട് അവർ സമാധി അവസ്ഥയിലേക്ക് എത്തുന്നു? അങ്ങനെയാണെങ്കിൽ സമാധി അവസ്ഥയിലേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം അവർക്ക് ഇത് സൗകര്യം പോലെ സമാധി അവസ്ഥയിൽ എത്തുന്ന പോലെ തന്നെ സാധാരണ അവസ്ഥയിലേക്കും തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അവർ ലോകമംഗളത്തിനായിട്ട് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമാധി അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ലോകമംഗളത്തിനായി ഇവിടെ വന്ന് ഇവിടെ ഈ കർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് പോകുന്നതല്ലേ നല്ലത്. നമ്മുടെ അവതാരങ്ങളെക്കുറിച്ചുള്ള കഥകളെല്ലാം അങ്ങനെയാണ്. ശ്രീരാമനെക്കുറിച്ചായാലും ശ്രീകൃഷ്ണനെക്കുറിച്ചായാലും അവർ ഇടയ്ക്കിടയ്ക്ക് സമാധി അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ജീവൻ മുക്തരാകുന്നോ ചെയ്യുന്നില്ല. ദശരഥൻ്റെ മകനായി ജനിക്കുന്ന ശ്രീരാമൻ ആ തൻ്റെ കർമ്മമണ്ഡലമാകെ മനുഷ്യാവസ്ഥയിൽ കൊണ്ട് തന്നെ സമ്പൂർണമാക്കിയതിന് ശേഷമാണ് ജീവൻ മുക്തനായി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നില്ല. ശ്രീകൃഷ്ണനും അങ്ങനെ തന്നെ. എന്നാൽ ഇവിടെ ശ്രീരാമകൃഷ്ണദേവനെ പോലെ, ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണദേവനായിരിക്കും ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള ഏക അവതാരം. ബാക്കി എല്ലാ അവതാരങ്ങളും ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ ആ അവതാര ഉദ്ദേശം തീർന്നതിന് ശേഷം മടങ്ങിപ്പോകുന്നു. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവർ ജീവൻ മുക്തരാകുന്നില്ല, അല്ലെങ്കിൽ മടങ്ങിപ്പോവുകയോ തിരിച്ചു വരികയോ ചെയ്യുന്നു. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് പോവുകയും സമാധി അവസ്ഥയിലേക്ക് പോവുകയും അതേപോലെ തിരിച്ചു വരികയും ചെയ്യും. ശ്രീരാമകൃഷ്ണൻ പലയിടത്തും പറയുന്നുണ്ട്, അമ്മേ കാളി എന്നെ തിരിച്ച് പഴയ പോലെ ആക്കി തരണേ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഭഗവാൻ അപ്പോൾ ഫുൾ കോൺഷ്യസോടു കൂടിയാണ് ഈ ജീവൻ മുക്ത അവസ്ഥയെ അറ്റൈൻ ചെയ്യുന്നതും തിരിച്ചു വരുന്നതും. അതാണ് വ്യത്യാസം. അപ്പോൾ എന്നാൽ എന്തുകൊണ്ട് ഈ സമാധി അവസ്ഥ എന്ന ചോദ്യമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെല്ലാതിരുന്നാൽ പോരെ? എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് സമാധി അവസ്ഥ സ്വീകരിക്കുന്നത്? അത് കാരണം ഇവർ സ്വതവേ തന്നെ, ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം, അവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വതവേ തന്നെ സുപ്രീം സോൾ ആണ്. അവരൊരു ആ ജീവൻ ദൈവീകതയുടെ പൂർണ്ണ രൂപത്തിലാണ് അവരുടെ ആത്മാവ് നിലനിൽക്കുന്നത്. അതിൻ്റെ സ്വഭാവം അവതാരമെടുത്തത് അല്ലെങ്കിൽ മനുഷ്യ ശരീരം സ്വീകരിച്ചത് കൊണ്ട് ആത്മാവിൻ്റെ സ്വരൂപത്തിന് മാറ്റമുണ്ടാകുന്നില്ല. അത് സുപ്രീം സോളായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുമായി കണക്റ്റ് ചെയ്യുന്ന, ഈ സുപ്രീം സോളുമായി കണക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരവസരം വരുമ്പോൾ പെട്ടെന്ന് ഇവർ സമാധി അവസ്ഥയിലേക്ക്, ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണദേവൻ സമാധി അവസ്ഥയിലേക്ക് പോകും. അത് കണക്റ്റ് ചെയ്യുന്നതാണ്. ആ പെട്ടെന്ന് ആ സമയത്ത് കണക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ സമാധി അവസ്ഥയിൽ പെട്ടെന്ന് അറിയാതെ. അതാണ് കുട്ടിക്കാലത്ത് ആദ്യത്തെ സമാധി അവസ്ഥ ഉണ്ടായത്. കാര്യം കാർമേഘങ്ങൾ നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ആ മേഘ പടലങ്ങൾക്കിടയിലൂടെ വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്നത് കണ്ടപ്പോൾ, അപ്പോൾ ആ ഗദാധരൻ എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള സുപ്രീം പവർ, സുപ്രീം സോൾ, അത് ആ സങ്കല്പവുമായിട്ട്, ആ പ്രപഞ്ചത്തിൻ്റെ ആ സങ്കല്പവുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡായി. അപ്പോഴാണ് പെട്ടെന്ന് ബോധം കെട്ടുന്നു പോയി. എന്നാൽ അതേപോലെ തിരിച്ചേക്കും പോരുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിച്ചത്. അതിന് ഭഗവാൻ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഭഗവാൻ തന്നെ ചിലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കാന്തത്തിൻ്റെ ഉദാഹരണമാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. ഇരുമ്പിൽ പൊടി പിടിച്ചിരുന്നാൽ അത് കാന്തത്തെ ആകർഷിക്കില്ല. ഇരുമ്പിൽ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ ക്ലാവ് പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്താൽ, തുരുമ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ കാന്തത്തെ ആകർഷിക്കില്ല. അതിൻ്റെ അടുത്ത് കാന്തം കൊണ്ടുവച്ചാൽ അതൊരിക്കലും ആകർഷിക്കില്ല. എന്നാൽ ഇവിടെ സുപ്രീം സോൾ എന്ന് പറയുന്നത് കാന്തമാണ്. അങ്ങനെ സങ്കല്പിക്കുക. സുപ്രീം സോൾ എന്ന് പറയുന്നത് കാന്തം, ഇരുമ്പ് എന്ന് പറയുന്നത് ജീവാത്മാവ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുമ്പാകുന്ന ജീവാത്മാവിൽ മായയാകുന്ന പൊടിപടലം കൊണ്ട് മൂടിപ്പെട്ടിരിക്കുക. അതാണ് സാധാരണക്കാരുടെ പ്രശ്നം. നമ്മളെപ്പോലുള്ള ലൗകികരായ ആളുകളുടെ പ്രശ്നം അതാണ്. ഈ ഇരുമ്പാകുന്ന ആ ഇരുമ്പിൽ മായയാകുന്ന ആ പൊടിപടലം മൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഡസ്റ്റ് വന്ന് അടഞ്ഞിരിക്കുകയാണ്. ഇത് മുഴുവൻ മായയാണത്. ആ ഡസ്റ്റ് മുഴുവനും മായ ആണ് ആ ഡസ്റ്റ്. അപ്പം മായ കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് ഈ കാന്തത്തിൻ്റെ ശക്തിയെ ഈ ഇരുമ്പെന്ന് പറയുമ്പോൾ ജീവാത്മാവ് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ആകർഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മായ മാറ്റിയാൽ മാത്രമേ ഈ ഇരുമ്പിന് കാന്തത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കാന്തത്തിലേക്ക് അപ്പോൾ ഉടനെ സഡനായിട്ട് അതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലൗകികരായ ജീവാത്മാക്കളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ അവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ മായയാൽ മറയ്ക്കപ്പെട്ടിട്ടില്ല. അവതാരങ്ങൾ മായയാൽ മറയ്ക്കപ്പെട്ടവരല്ല. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണദേവനെ മായ മറയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സുപ്രീം സോളുമായി ബന്ധമുണ്ടാകുന്ന എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ അതിലേക്ക് അറ്റാച്ച് ചെയ്തു പോകുന്നത്.
നമ്മൾക്കും ആ അനുഭവം വരുന്നുണ്ട്. പക്ഷെ നമ്മളും ഈ സുപ്രീം സോളിനെ നമ്മുടെ ജീവാത്മാവും ഈ സുപ്രീം സോളിനെ കാണുന്നുണ്ട് പലപ്പോഴും. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ, നമുക്ക് ആ ആകർഷണം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവാത്മാവിനെ പൊതിഞ്ഞ് മായയാകുന്ന ഡസ്റ്റ് മൂടിയിരിക്കുകയാണ്. അപ്പം അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ജീവാത്മാവിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ബന്ധം ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മളെപ്പോലുള്ള ജീവാത്മാക്കൾക്ക് സംഭവിക്കുന്നത്. അതേസമയം അവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മായയാകുന്ന ഡസ്റ്റ് ഇല്ല, മറയില്ല. അതുകൊണ്ട് അവർ ഏതൊക്കെ അവസരത്തിൽ ഈ സുപ്രീം സോളിൻ്റെ ആ ഒരു ഇത് അനുഭവേദ്യമാവും അപ്പോഴൊക്കെ അറിയാതെ സമാധി അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ കൂടെ 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 സമാധി അവസ്ഥയിലേക്ക് മാറുന്ന ആ രംഗങ്ങൾ പലതവണ നമ്മൾ ഈ വചനാമൃതം വായിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും ഒരു പേര് കേട്ടാൽ മതി. കാര്യം ഡസ്റ്റൊന്നും മൂടിയിട്ടില്ല, അതുകൊണ്ട് ഒരു പേര് കേട്ടാൽ മതി, ഒരു നിറം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപം കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവം കണ്ടാൽ മതി. പെട്ടെന്നാണ് ഭഗവാന്റെ ഭാവാവസ്ഥയിലേക്ക് ഭഗവാൻ മാറുന്നത് എന്ന്. അപ്പോൾ അതാണ് ഇതിനകത്തെ കാര്യം പറഞ്ഞത്. അതാണ് അപ്പോൾ അവതാരങ്ങളും സാധാരണ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇതിൽ സന്യാസിയുമായിട്ടുള്ള വ്യത്യാസം വരുമ്പോൾ സന്യാസി ഈ സാധനാബലം കൊണ്ട് എപ്പോഴൊക്കെയാണോ ജീവൻ മുക്തനാകുന്നത് പിന്നീട് തിരിച്ചു വരവില്ല. അതേസമയം അവതാരങ്ങളെ സംബന്ധിച്ച് തിരിച്ചു വരും. എന്തിനു തിരിച്ചു വരുന്നു? അവരുടെ അവതാര ഉദ്ദേശം തന്നെ ലോകമംഗളമായതുകൊണ്ടും ആ കർമ്മം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുമാണ്. അതാണ് അവതാരങ്ങളും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ സന്യാസിയും സാധാരണ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ജീവൻ മുക്തിയുടെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. കാര്യം എപ്പോൾ വേണമെങ്കിലും അത് തുറക്കാനും ഭദ്രമാക്കാനും പറ്റും. നമ്മുടെ ഇഷ്ടത്തിനാണ് അത്, അവതാരം ആ സ്വ ഇഷ്ടത്തിനാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭഗവാൻ ആ ചർച്ച ചെയ്യുന്ന ജീവാത്മാവും അവതാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ആ ഭാഗത്ത് ഭഗവാൻ പറയുന്ന ഒരു രസകരമായ ഒരു കോൺവെർസേഷൻ ഉണ്ട്. വളരെ രസകരമാണ് ആ ഭാഗം. അതിതാണ് സാധുവും അവതാരവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള ഭാഗത്താണ് ഭഗവാൻ ഈ കാര്യം പറഞ്ഞു. അതായത് ലോകമംഗളത്തിനായി അദ്ദേഹം സമാധിയിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നുള്ള ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ ഒരാത്മകഥം പോലെ മനസ്സിൽ പറഞ്ഞത്, ജീവന്മാരുടെ മുക്തിയുടെ താക്കോൽ ഗുരുദേവൻ്റെ കയ്യിലാണോ? അതിങ്ങനെ അപ്പോൾ തങ്ങളുടെ ആ മുക്തി മാസ്റ്റർ സ്വയം തൻ്റെ ജീവാത്മാവിനെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആത്മഗതമെന്നോളം പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ മുക്തിയുടെ, ജീവന്മാരുടെ മുക്തിയുടെ താക്കോൽ ഗുരുദേവൻ്റെ കയ്യിലാണോ, ശ്രീരാമകൃഷ്ണദേവൻ്റെ കയ്യിലാണോ എന്ന് മാസ്റ്റർ മഹാശയൻ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്. അത് സ്വയം അങ്ങ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹസ്രയാണ് ഇവിടെ വേറൊരു മറുപടി പറയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വളരെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഹസ്ര എന്ത് പറഞ്ഞു? ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ സാധിച്ചാൽ മതി, അവതാരം ഉണ്ടാവുകയോ ഇല്ലാതെ, അതൊന്നും അവതാരം വരുകയോ പോവുകയോ ഒന്നും പ്രശ്നമല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. അതാണ് ഹസ്രയുടെ ഒരു വേർഷൻ. ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും, ഈശ്വരനെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അപ്പം ഹസ്രയെ സംബന്ധിച്ച് അവതാരം ഭൂമിയിൽ മനുഷ്യരൂപം എടുക്കുന്നു എന്നുള്ളതൊന്നും വിശ്വാസയോഗ്യമായൊരു കാര്യമല്ല. അത് ഹസ്രയ്ക്ക് മാത്രമല്ല, നമ്മെപ്പോലുള്ള ഹസ്രയുടെ പ്രതിഫലനങ്ങളാണ് നമ്മളൊക്കെ. അപ്പം നമ്മുടെ ചുറ്റും ഒരു ഈശ്വരാവതാരത്തെ നേരിട്ട് കണ്ടാൽ നമ്മളാരും വിശ്വസിക്കില്ല. അതാണ് അതിനകത്തെ രസകരമായ ഭാഗം. അപ്പോൾ അതിന് ശ്രീരാമകൃഷ്ണദേവൻ ഹസ്രയ്ക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇതാണ്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ചിരിയുടെ അർത്ഥം ഇതാണ്. അപ്പോൾ ഹസ്രയോട് പറയണം, അതെ അതെ, വിഷ്ണുപ്പൂരിൽ രജിസ്ട്രാറുടെ വലിയ ആപ്പീസുണ്ടല്ലോ, അവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ
ഗോഘാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രസകരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഭഗവാന്റെ. ആ ഹസ്രയ്ക്ക് കൊടുത്ത മറുപടിയാണ്. അതായത് അവതാരം ഉണ്ടാകുകയോ ഇല്ലയോ ചെയ്തിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയുന്നത്. അതായത് അവതാരങ്ങളോടുള്ള ആ വിശ്വാസ്യത ഒട്ടുമില്ലാത്ത വിധം ആണ് ഹസ്ര പറഞ്ഞത്. അപ്പോൾ അതിന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്. എന്താണ് മറുപടി? വിഷ്ണുപൂരിൽ രജിസ്ട്രാറുടെ വലിയ ആപ്പീസ്, അതായത് ഈ വിഷ്ണുപൂരിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്നതാണ് ഈ ഹൂഗ്ലി ജില്ലയുടെ ഈ അവരുടെ വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത് ഈ വിഷ്ണുപൂരിലാണ് ഈ വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു ഘടന നോക്കിയാൽ മതി. നമ്മുടെ വില്ലേജ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം ഏതായിരിക്കാം? നമ്മുടെ വീടിരിക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ ആ സ്ഥലം വേറൊരു സ്ഥലത്തായിരിക്കും. അത് ചിലപ്പോൾ വേറൊരു വാർഡിലോ അല്ലെങ്കിൽ വേറൊരു പഞ്ചായത്തിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത് എപ്പോഴും ആ താലൂക്കിൻ്റെ ആസ്ഥാനത്തെ ആയിരിക്കും. ഇവിടെ താലൂക്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിഷ്ണുപൂരാണ്. ഹൂഗ്ലി ജില്ലയുടെ അതിൽപ്പെട്ട ഈ പറഞ്ഞ കമാർപുക്കൂറൊക്കെ ഉൾപ്പെടുന്ന ഭഗവാന്റെ ആ ഗ്രാമമൊക്കെ ഉൾപ്പെടുന്ന ഏതാണ്ട് 7-8 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ആ വിവിധ ഗ്രാമങ്ങളുടെ എല്ലാം കേന്ദ്രമായ വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത് ഇവിടെയാണ്, വിഷ്ണുപൂരിലാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യം, ഈ വിഷ്ണുപൂരിലെ രജിസ്ട്രാറുടെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്ത് അല്ലെങ്കിൽ രേഖകൾ ഉണ്ടാക്കി വെക്കും. നമ്മളും അതാണ് ചെയ്യുന്നത്. എന്താണ്? നമുക്ക് കുറേ ഭൂമിയോ സ്വത്തോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അല്ല, ഉണ്ട്, നമുക്കും എല്ലാവരും നമുക്കും അവരവർക്ക് അവരവരുടേതായ സ്ഥലവും വീടും ചുറ്റുപാടും ഭൂമിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ സ്ഥലം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിൽ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ച് രജിസ്റ്റർ ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ പേര് നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ പേരിലായി. അപ്പോൾ നമ്മുടെ ധാരണ എന്താ? ഇനി നമുക്ക് പേടിക്കണ്ട. എങ്ങനെ പേടിക്കണ്ട? ഇനിയിപ്പോൾ നമ്മുടെ സ്ഥലം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇരിക്കും. ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ തന്നെ ഇരിക്കും. കാരണം എന്താ? ഞാൻ എൻ്റെ അവിടുത്തെ താലൂക്ക് ആസ്ഥാനത്തുള്ള വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് എൻ്റെ പേരിലുള്ള പ്രമാണം വാങ്ങിച്ച് ഞാൻ പെട്ടി കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം ആരുടെ ആവും? എൻ്റെ ആവും. അപ്പം ഭഗവാൻ ചിരിച്ചത് ഇതാണ്. എന്തൊരു പോഴത്തരമാണ് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുക ഈ സ്ഥലം നമ്മുടേതാണ്. നമുക്ക് മുമ്പും ഇതേ സ്ഥലത്തിന് അവകാശികളുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് അവർക്കാണെന്നാണ്. ഇപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് ഇത് പറയുകയാണ്, ഈ സ്ഥലം എൻ്റേതായിരുന്നു അല്ലെങ്കിൽ എൻ്റേതാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യുമോ? നമ്മൾ മൈൻഡ് ചെയ്യില്ല. കാര്യം നമ്മുടെ ധാരണ എന്താ? ഇത് നമ്മുടെ കയ്യിലാണ്. ഈ രേഖ നമ്മുടെ പെട്ടിയിലിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സ്ഥലം നമുക്കൊരിക്കലും സ്വന്തമാക്കാൻ പറ്റുന്നില്ല. ഈ സ്ഥലം നമ്മുടേതായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ ഒന്നും പറ്റുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഈശ്വരൻ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങ് പോകുന്നു. ഈ പ്രമാണത്തിലിരിക്കുന്ന പെട്ടിയിലിരിക്കുന്ന പ്രമാണം അവിടെ ഇരിക്കും. അടുത്ത ആൾ വന്ന് ആ പേരങ്ങ് മാറ്റി അത് അയാളുടെ ആക്കും. ഈ ഭൂമി അതുപോലെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അതായത് എല്ലാവരുടെയും ധാരണ വിഷ്ണുപൂരിലിരിക്കുന്ന സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് പ്രമാണം മേടിച്ചാൽ ആ സ്ഥലം എൻ്റേതായി എന്നാണ് ധാരണ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗോഘാട്ടിൽ പിന്നെ കുഴപ്പമില്ല. അതായത് ഗോഘാട്ട് എന്നുള്ള പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ പിന്നെ കുഴപ്പമില്ല. സ്വന്തം വീടിരിക്കുന്ന സ്ഥലം ഇരിക്കുന്ന പഞ്ചായത്തിൽ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ പേരിലാണ്. ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ അനുവദിക്കുന്നുണ്ടോ അവിടെ തുടരാൻ? ആ അനുവദിക്കുന്നത് ആരാണ്? ഇതാണ് ഭഗവാൻ നമ്മുടെ ആ ഭൗതികതയെ നമ്മൾ എങ്ങനെ മാത്രമാണ് നമ്മുടേതാണെന്ന് വിചാരിച്ച് അതിൽ വ്യവഹരിക്കുന്നത്. ഭൗതികതയെ എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ വ്യവഹരിക്കുന്നതിൻ്റെ ആ പൊള്ളത്തരം ഇത് തുറന്നു കാട്ടുകയാണ്. അപ്പം ഇവിടെ ഹസ്രയുടെ മാനസികാവസ്ഥയിലാണ് നമ്മളെപ്പോലുള്ള ഭൂരിപക്ഷം ജീവാത്മാക്കളും ലൗകികരും. അതാണ് ഹസ്രയുടെ ഇത്. അത് അല്പമെങ്കിലും മനസ്സിലാകുന്ന കൂട്ടത്തിലാണ് മാസ്റ്റർ മഹാശയനെപ്പോലുള്ളത്. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ആ മുക്തിയുടെ താക്കോൽ അങ്ങയുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞത്. കാരണം ഇത് ഭഗവാന്റെ കയ്യിലാണ് ഈ താക്കോൽ ഇരിക്കുന്നത്.
നമ്മുടെ പ്രമാണത്തിൻ്റെ ശരിയായ അവകാശി ഇരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ അനുവദിച്ചാൽ മാത്രമേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്കിവിടെ ഇത് കഴിയാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതകാലത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു പ്രയോജനം ഭവിക്കണമെങ്കിൽ ഭഗവാൻ തീരുമാനിക്കണം. കാര്യം താക്കോൽ അവിടെയാണ് ഇരിക്കുന്നത്. നമ്മളിത് പല നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ അറിയാം. എല്ലാം ഇങ്ങനെ ഭൂമി ഇങ്ങനെ അടക്കി പിടിച്ച് ഇരിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസമല്ല കുറച്ച് കാലം മുമ്പ് ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു തർക്കം നടക്കുകയാണ്. അന്ന് വായിച്ച സമയത്ത് അന്നും ഈ വിഷയം ഇത് ഒരു പ്രത്യേക സമയത്ത് ഇത് പരാമർശിക്കുകയുണ്ട്. ഈ സെയിം ഗോകാട്ടിലെ കാര്യം. അത് രണ്ട് വീട്ടുകാർ തമ്മിൽ തർക്കവും വഴക്കും നടക്കുകയാണ്. കാരണം അതിൽ ഒരു ഭാഗത്തെ ഭൂമി ഒരാളുടേതാണെന്നും ഒരു ഭാഗത്തെ ഭൂമി മറ്റേയാളുടേതാണെന്നും പറഞ്ഞ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അതിര് സംബന്ധിക്കുന്ന തർക്കമാണ്. അപ്പം ഈ തർക്കം നടക്കുമ്പോൾ, തർക്കം വളരെ മൂത്തിരിക്കുന്ന സമയത്താണ് ഞാൻ യാദൃച്ഛികമായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ കാണുന്നത് മുണ്ടുമൊക്കെ മടക്കി കയറ്റിക്കുത്തി ഈ രണ്ടു പേരും ഈ രണ്ട് ഭൂമിയിലും കാലിട്ട് നിൽക്കുകയാണ്. രണ്ട് ഭൂമിയിലും കാല് കുത്തി നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ഈ വര കാണിക്കുകയാണ്. ആ വര വരയ്ക്കുന്നതിനെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് ആ വരയ്ക്കുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് കാണിക്കുകയാണ്. ഈ ഭൂമിയുടെ അതിരിനെക്കുറിച്ച് തർക്കം ഉന്നയിച്ചുകൊണ്ട് ഇവർ വളരെ വേണ്ടപ്പെട്ട രണ്ട് ബന്ധുക്കൾ, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ട ഒരേ കുടുംബക്കാരായ രണ്ടുപേർ തമ്മിൽ അങ്ങേ അറ്റത്തെ വഴക്കിലേക്ക് നിൽക്കുകയാണ്. ഇങ്ങനെ കാലും കവച്ച് വെച്ച്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ്, അതായത് ഇന്നിപ്പോൾ ഞാനിത് പറയുന്ന സന്ദർഭത്തിൽ ഈ വഴക്കുണ്ടാക്കിയ രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിലില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരും, കുറച്ച് നാളെ കഴിഞ്ഞുള്ളൂ, അപ്പോൾ ഈ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് പോയി. അപ്പോൾ ഇപ്പോഴും ആ സ്ഥലം കാണുമ്പോൾ ഞാൻ ചിരിക്കും. അല്ലെങ്കിൽ ഞാനിത് ഓർക്കും. കാര്യം ഭഗവാന്റെ ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് ഇത് ഓർമ്മ വരും, ഈ വസ്തുത ഓർമ്മ വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ബഹളമായിരുന്നു അവിടെ കണ്ടത്. ഇപ്പോഴോ എന്ത് ബലമുണ്ടായി? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയെ സ്വന്തമാക്കാനുള്ള നമ്മുടെ ഒരു ആ ആവേശത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് അത് പറഞ്ഞത്. അപ്പോൾ അവതാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ക്ഷേമത്തിനായി, നമ്മെ ബോധ്യപ്പെടുത്താനായി, നമ്മെ കൂടുതൽ ഈ ലൗകികതയുടെ പൊള്ളത്തരങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ജീവൻ മുക്തരാകാനായിട്ട് ലൗകികരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ലൗകികർക്ക് ജീവൻ മുക്തിയുടെ പാതയിലേക്ക് എത്താൻ. പക്ഷേ ഒരു അവതാരത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ജീവൻ മുക്തി കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ ഒരു വിഷയം അവതരിപ്പിച്ച് വളരെ വളരെ ജനകീയമായ വിഷയങ്ങളാണ് ഭഗവാൻ. വലിയ വേദാന്തം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സാധാരണ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് ഭഗവാൻ ഉദാഹരണ സഹിതം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു വിഷയം വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നത്, ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മനുഷ്യരുടെ ചിന്താഗതിയെക്കുറിച്ചാണ്. അതായത് അവതാരത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്ന അവസ്ഥ, അവതാരത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതായത് ഹസ്രയുടെ ആ ഭാഗം, ഹസ്രയുടെ പോലുള്ളവരുടെ അവസ്ഥയെ, മാനസികാവസ്ഥയെ അതാണ് സൂചിപ്പിക്കുന്നത്. ഹസ്രയുടെ ഒരു ഉദാഹരണത്തിലൂടെ, ഹസ്രയിലൂടെയാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത്. അപ്പം അവതാരത്തെ അംഗീകരിക്കാൻ നമ്മൾ ബഹുഭൂരിപക്ഷത്തിനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ അവതാരങ്ങളായി നമ്മുടെ കാലത്തും നമുക്ക് മുൻപും എല്ലാം അവതാരങ്ങൾ എന്ന ആ അവതാരം ഇവിടെ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ സംശയത്തോടു കൂടിയാണ് നമ്മൾ വീക്ഷിക്കുക. കാരണം ഇത് ശരിയാണോ? ഇത് കബളിപ്പിക്കാൻ വേണ്ടിയാണോ? ഇത് അവതാരമാണോ? ഇതെങ്ങനെ അവതാരമാകും? ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കി, ഭഗവാന്റെ ആ രാമകൃഷ്ണദേവനെ സാധന ചെയ്ത് നമ്മൾ മനസ്സിലാക്കും തോറും നമ്മൾ ആ അവതാരത്തെ കൂടുതൽ അറിയുന്നു. പക്ഷെ പുറമേ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ ഇത് ഉൾക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയാണ് ഓരോ അവതാരങ്ങളെക്കുറിച്ചും അതാത് കാലത്ത്
ജീസസ് ക്രൈസ്റ്റിന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ആരും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നവർ പോലും തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഏകദേശം ഇതേക്കുറിച്ചൊരു അല്പമെങ്കിലും ബോധ്യമുണ്ടായിരുന്നത് പിലാത്തോസിന് മാത്രമാണ് ആ കാലത്ത്. അതുകൊണ്ടാണ് പിലാത്തോസ് പറഞ്ഞത്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് കൈ കഴുകിയത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ അല്പമെങ്കിലും ഇത് ബോധ്യപ്പെട്ടിരുന്നുള്ളൂ, അത് പിലാത്തോസാണ്. ബാക്കി കൂടെ നടന്ന 12 പേർക്ക് ഒന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യതയും ഉണ്ടായിരുന്നില്ല. അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവർ പൂർണ്ണമായും അജ്ഞരായിരുന്നു ഈ കാര്യത്തിൽ. അതുപോലെയാണ് ഓരോ അവതാരകാലത്തും വരുന്നത്. അത് അംഗീകരിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അത് രസകരമായ ഒന്ന്, ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടാമൂഴം MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം വെറുതെ ഒന്നുകൂടെ വായിച്ചു നോക്കി. അപ്പോൾ ഓരോ തവണ വായിക്കുമ്പോൾ നമ്മൾ അതുവരെ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുടെ ആകത്തുകയായിട്ടാണ് നമ്മൾ ഇത്തരം നോവലുകളെ വായിക്കുക. അപ്പോൾ MT ഇതിനെ മാനുഷിക മൂല്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ആ ലേഖനം എഴുതിയത്, സംശയമൊന്നുമില്ല. അപ്പോൾ MTയെ സംബന്ധിച്ച് MTക്ക് ഒരു ഈശ്വരനിലും വലിയ തൃപ്തിയില്ല എങ്കിലും MT ആകെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഒരു ഈശ്വരനുമില്ല എന്ന് ഞാൻ സമ്മതിക്കാം, ഒന്നൊഴികെ, എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്ത് ഭഗവതി ഒഴികെ. അതാണ് MTയുടെ വാദം. അത് വളരെ നല്ലതാണ്. കൊടിക്കുന്നത്ത് ഭഗവതി ഒഴികെ ബാക്കി എല്ലാവരെയും ആരെയും ഞാൻ അംഗീകരിക്കില്ല. കൊടിക്കുന്നത്ത് ഭഗവതി ഉണ്ട്. അപ്പം അത്രയെങ്കിലും മതി. ഇതൊരു രസകരമായ MTയെക്കുറിച്ച് പറയുന്ന രസകരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ MT രണ്ടാമൂഴം എഴുതിയപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഭഗവത് മഹിമ പ്രകടമാക്കേണ്ട ഭാഗമാണ് ചൂതുകളിക്ക് ശേഷം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയം. അതവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ പ്രത്യക്ഷം സംഭവിക്കുന്ന ഒരു സന്ദർഭം. അതാണ് മഹാഭാരതത്തിൽ. അപ്പോൾ അതിനെ പലതരത്തിലും വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദ്രൗപദി ആദ്യം ദ്വാരകാനാഥ എന്ന് പറഞ്ഞാണ് കരഞ്ഞത്. അപ്പോൾ ഹസ്തിനപുരത്തുനിന്ന് ദ്വാരകയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃഷ്ണന് സമയത്ത് വരാം. കാരണം ദ്വാരകാനാഥൻ എന്ന രീതിയിലാണ് വിളിച്ചത്. അവസാനം പല പര്യായങ്ങൾ വിളിച്ച് എൻ്റെ ഹൃദയേശ്വര, എൻ്റെ ഹൃദയനാഥ എന്ന് വിളിച്ചപ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഹൃദയത്തിലാണ് ഈശ്വരനുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈശ്വരൻ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് ഈശ്വരൻ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് ഈശ്വരൻ ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈശ്വരനെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, സങ്കല്പിച്ചിരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ്. ഈശ്വരൻ ഗുരുവായൂരിലാണ് ഇരിക്കുന്നതെങ്കിൽ തിരുവല്ലയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ്. ശ്രീപത്മനാഭൻ ഇരിക്കുന്നത്, മഹാവിഷ്ണു ഇരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ഏതാണ്ട് 130 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഹൃദയനാഥൻ എന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ നമ്മോട് ഒപ്പമുള്ളൂ എന്ന തരത്തിൽ ആണ് അന്ന് ദ്രൗപദിയുടെ ആ വസ്ത്രാക്ഷേപ സമയത്തെ ഭഗവാനെ വിളിച്ചതിൽ സംബന്ധിച്ചുള്ള ആ ഭാഗങ്ങൾ വർണ്ണിക്കുന്നത്. അത് ഈശ്വരീയമായൊരു വർണ്ണനയാണ്. പക്ഷെ ഇവിടെ MT വളരെ ബുദ്ധിപൂർവ്വം ആ രംഗത്തെ കൈകാര്യം ചെയ്തു. കാര്യം അവിടെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടണം. പക്ഷേ MTയെ സംബന്ധിച്ച് ആ നോവലിൽ ഒരിടത്തും ഭഗവാന്റെ സാമീപ്യം ഉണ്ട്. ആ നോവലിൽ ഒരിടത്തും കൊടുക്കുന്നില്ല. ശ്രീകൃഷ്ണനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് ദ്വാരകയുടെ അധിപനായ രാജാവെന്നുള്ളതിൽ കവിഞ്ഞ്, അതായത് ഈ ദുര്യോധനെ പോലെയും അർജുനനെ പോലെയൊക്കെ ഉള്ള ഒരു രാജാവ്, അർജുനൻ്റെ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഈശ്വരീയ ഭാവം മുഴുവൻ മാറ്റിയിട്ടാണ് MT അത് വർണ്ണിക്കുന്നത്. അപ്പോൾ MT ഈ ഭാഗം എന്തായിരിക്കും എഴുതിയിരിക്കുക എന്നുള്ളത് വെറുതെ ഒന്ന് നോക്കി. രണ്ടാമൂഴം ഉള്ളവരത് നോക്കിയാൽ അറിയാം ആ ഭാഗം. MT ബുദ്ധിപൂർവ്വം അവിടെ എഴുതിയത് ദ്രൗപദി ധൃതരാഷ്ട്രയുടെ കാൽക്കലേക്കാണ് വീഴുന്നത്. കാര്യം ഈ ആഭാസന്മാരായ ഇവർ എന്നെ ഇങ്ങനെ ഈ സഭയിലിട്ട് അധിക്ഷേപിക്കുന്നതിൽ നിന്ന് രക്ഷ തരൂ എന്നും പറഞ്ഞ് ധൃതരാഷ്ട്രയുടെ കാൽക്കലേക്കാണ് ദ്രൗപദി വീഴുന്നത്. അപ്പോൾ
എന്നിട്ട് അടുത്ത വരി എഴുതിയിരിക്കുക, കൃഷ്ണൻ ഇവിടെ നടന്ന ചൂത്. ഇത് പിന്നീട് കൃഷ്ണനോട് ഈ വിവരം പറയുമ്പോഴാണ് കൃഷ്ണൻ ഇതൊക്കെ അറിയുന്നത്. ഇവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം പിന്നീട് കൃഷ്ണനോട് ധൃതരാഷ്ട്രോ അല്ല യുധിഷ്ഠിരനോ അതോ അർജുനോ അല്ലെങ്കിൽ ഭീമനോ ആരോ, ഇത് ഭീമനല്ല അർജുനോ യുധിഷ്ഠിരനോ, ഇത് രണ്ടുപേരിൽ ആരോ ഇത് കൃഷ്ണനോട് പിന്നീട് കണ്ടപ്പോൾ പറയുന്നതിൽ നിന്നാണ് ഈ രംഗം വ്യക്തമാക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ അന്ന് സാൽവൻ എന്ന് പറയുന്ന രാജാവും യാദവരും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്കന്ന് ഹസ്തിനപുരത്ത് വരാൻ കഴിയാതെ പോയത്. അതായത് ഈ ചൂതുകളിയുടെ സമയത്ത് എനിക്കവിടെ വരാൻ കഴിയാതെ പോയത്, ഒരുപക്ഷെ ഞാൻ അവിടെ വന്നിരുന്നെങ്കിൽ ഈ അനിഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിച്ചേനെ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അത് ഞാൻ സാൽവനുമായിട്ടുള്ള, യാദവരും സാൽവനും തമ്മിലുള്ള യുദ്ധത്തിൽ പോയത് കൊണ്ടാണ് എനിക്കവിടെ എത്താൻ പറ്റാതെ പോയത് എന്നാണ് അങ്ങനെയാണ് MT ആ ഭാഗത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അതേപോലെ ഭഗവത്ഗീതയും വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ സാത്യകിയാണത് ഭീമനോട് പറയുന്നത്. സാത്യകി ഭീമനോട് പറഞ്ഞത് കൃഷ്ണൻ മോട്ടിവേറ്റ് ചെയ്തു എന്നേ പറയുന്നുള്ളൂ. അർജുനൻ ക്ഷീണിച്ച് അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകാൻ മടിച്ച് മടങ്ങിപ്പോകാൻ പോയ അർജുനനെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഭഗവത്ഗീതയുടെ ഒരു അംശം അവിടെ പറയുന്നില്ല. ഈ തരത്തിലാണ് ഒരു വർണ്ണന വരുന്നത്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈശ്വരീയ ഭാവത്തെ പാടെ ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ അത് ഇങ്ങനെ വർണ്ണിക്കാം. പക്ഷെ ഈശ്വരീയമായ ഭാവം, എൻ്റെ ഹൃദയേശ്വരനാണ്, എൻ്റെ ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള, ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി, ഭഗവാന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വരുമ്പോൾ മാത്രമേ ഏത് അവതാരങ്ങൾ മനുഷ്യജന്മം എടുത്ത് നമുക്ക് ചുറ്റും വന്നിരുന്നാൽ പോലും നമുക്ക് പ്രയോജനമുള്ളൂ. അതായത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതാണ് ദക്ഷിണേശ്വരത്ത് അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്ന കാലത്ത് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയേക്കാം. പക്ഷേ വിരലിലെണ്ണാവുന്ന ഏതാണ്ട് 10-50 പേരുടെ ചുറ്റിൽ മാത്രമാണ് ഭഗവാന്റെ കൃപ അവർക്ക് ലഭ്യമായത് നേരിട്ട്. അല്ലാത്തവർക്കും ഈശ്വര കൃപ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചതും, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അവതരിച്ചത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാന്റെ. അതാണ് ഇപ്പോൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം അതിൻ്റെ ആസ്വാദ്യതയിലും അതിൻ്റെ സംരക്ഷണയിലും ഇത്രയും കാലമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ഭഗവത് കൃപ കൊണ്ടാണ്. പക്ഷെ നേരിട്ട് ഭഗവാനെ നേരിട്ട് സഖ്യത്തിലെത്താൻ തൊട്ടടുത്തിരുന്ന, ഭഗവാൻ ഉണ്ടായിട്ട് പോലും അടുത്തിരിക്കാൻ കഴിഞ്ഞത് ഏതാനും പേർക്ക്, 10-50 പേർക്ക് മാത്രമായിരുന്നു അന്ന് എന്നും സൂചനകൾ ഇതിനകത്ത് നമുക്കറിയാം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലെ മഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലെ പൂജാരിയായിട്ടിരിക്കുന്നവർ എത്ര സുഹൃതം ചെയ്ത ജന്മങ്ങളായിരിക്കണം. ഓരോ ക്ഷേത്രങ്ങൾ, അതിപ്പോൾ ഇന്ന ക്ഷേത്രം എന്നില്ല, ഈശ്വര ഓരോ പ്രതിഷ്ഠകളുള്ള, ഭഗവാന്റെ എല്ലാ ചൈതന്യങ്ങളുമുള്ള എല്ലാ പ്രതിഷ്ഠകളുള്ള ആ ക്ഷേത്രങ്ങളിലെല്ലാം ശാന്തിക്കാരായിട്ട് മേൽശാന്തിയായിട്ടും ഒക്കെ ഇരിക്കുന്ന ആളുകൾ എത്ര സുഹൃതം ചെയ്തവരായിരിക്കണം എന്ന് വചനാമൃതം വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ വചനാമൃത വായനയിലൂടെ കിട്ടിയ അറിവാണ് നമ്മെ അവരെത്ര സുഹൃതികളാണ് എന്ന് ബോധ്യപ്പെടുന്നത്. പക്ഷെ അവർ അത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നത് ഭഗവാന്റെ കൂടെയാണെന്ന് ഏതെങ്കിലും പൂജാരി, ഒരു സാമാന്യ ബോധത്തിൽ ഏതെങ്കിലും പൂജാരി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഒന്നുകിൽ ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു എംപ്ലോയിയാണ് എന്നുള്ള മട്ടിൽ ആ ഒരു സങ്കല്പമാണ് ഇയാൾക്കുള്ളത്. വളരെ കുറച്ച് പേർക്ക് ഒരുപക്ഷെ അങ്ങനെ, വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ബോധ്യത വന്നേക്കാം. അല്ലാത്തവരെല്ലാം ആ ഒരു തൊഴിലെന്നുള്ള നിലയിലാണ് ഇത് സ്വീകരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. കാരണം അത് അവരെ സംബന്ധിച്ച് അങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. അത് ഇവിടെ പറയുന്ന കാരണം, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭഗവാന്റെ ചാരയാണ് എന്ന ബോധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതാണ് അവതാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ അവതാരങ്ങളെ തിരിച്ചറിയാനുള്ള നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു അവസരം എന്ന് പറയുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഒരു തമാശ ഈ കാര്യങ്ങൾ വളരെ തമാശാ രൂപത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും രസകരമായ മട്ടിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് ഭഗവാൻ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട്
ഭഗവാൻ ഇത് ചോദിച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോടൊരു ചോദ്യം ഇവിടെ ഇതിനെ തുടർന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് സാകാരമാണോ നിരാകാരമാണോ ഏതാണ് ഇഷ്ടം? കാര്യം അവതാരങ്ങളെ ബോധ്യപ്പെടുന്നു എന്നുള്ളത് ശേഷമാണ് ഈ ചോദ്യം വരുന്നത്. കാര്യം അവതാരത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, അതിന് ശേഷമാണ് ഭഗവാൻ പെട്ടെന്ന് ഈ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നത്. ഭഗവാൻ ഇത് കൂടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടൻ തന്നെ ഭഗവാൻ മാസ്റ്റർ മഹാശിവനോട് ചോദിക്കുന്നു, നിനക്ക് സാകാരമോ അതോ നിരാകാരമാണോ ഇഷ്ടം? യഥാർത്ഥത്തിൽ ഇത് മാസ്റ്ററുടെ രണ്ടാമത്തെ ദ്വിതീയ ദർശന സമയത്ത് ഭഗവാൻ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. നിനക്ക് സാകാരമാണോ നിരാകാരമാണോ വിശ്വാസം എന്ന് തുടക്കത്തിൽ, വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ ദ്വിതീയ ദർശന സമയത്ത്, രണ്ടാമത്തെ ദർശനത്തിന് വേണ്ടി മാസ്റ്റർ മഹാശയൻ വന്നിരിക്കുമ്പോഴും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഒന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായം എത്തുമ്പോഴാണ് ഈ ദ്വിതീയ ദർശനം വരുന്നത്. ഈ ദ്വിതീയ ദർശനത്തിലും ഇതേ ചോദ്യം. ഇപ്പോൾ 11ാം ഭാഗത്തിലെത്തുമ്പോൾ വീണ്ടും ഭഗവാൻ അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അപ്പോൾ അന്ന് ദ്വിതീയ ദർശന സമയത്ത് നിനക്ക് സാകാരമാണോ അതോ നിരാകാരമാണോ എന്ന് ചോദിച്ചപ്പോൾ മാസ്റ്റർ മഹാശയൻ അന്ന് പറഞ്ഞ മറുപടി, നിരാകാരമാണ് എനിക്ക് സുഖമായി തോന്നുന്നത് എന്നാണ് അന്ന് പറഞ്ഞത്. നിരാകാരമാണ് എനിക്ക് സുഖമായി തോന്നുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അന്ന് കൊടുത്ത മറുപടി ഇത് കേട്ടപ്പോൾ ഉടൻ ഭഗവാൻ കൊടുത്ത മറുപടി, ഏതെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. അങ്ങനെയാണല്ലോ അത് പറയുക. എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കുക. ആ തുടക്കത്തിൽ വന്ന ഒരാളോട് ഒരു സാധനയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഒരു സാധാരണ ഒരു അധ്യാപകനായതുകൊണ്ടാണ് ഭഗവാൻ അന്ന് അത്രയും പറഞ്ഞങ്ങ് നിർത്തിയത്. നീ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കുക. സാകാരമോ നിരാകാരമോ എന്തിൽ വേണേ വിശ്വസിച്ചു, ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കുക. പക്ഷെ ഒരു നിരാകാരത്തിൽ വിശ്വസിക്കുമ്പോൾ സാകാരമില്ല എന്ന് വിശ്വസിക്കരുത്. സാകാരത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിരാകാരത്തിലല്ല എന്ന് അപ്പോൾ രണ്ടും ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയണം എന്ന് മാത്രം അന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ അന്ന് സംശയം, അങ്ങനെ രണ്ടും ശരിയാണെന്ന് എങ്ങനെ പറയും? ശരിയെപ്പോഴും ഒന്നല്ലേ ഉള്ളൂ, രണ്ട് ശരിയുണ്ട് എന്ന് മാസ്റ്റർ മഹാശയൻ അന്ന് സംശയം പ്രകടിപ്പിച്ചാണ്. ഇപ്പോൾ 12ാം അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ ചോദിക്കുന്നു ഇതേ ചോദ്യം, നിനക്ക് സാകാരത്തിലാണോ വിശ്വാസം അതോ നിരാകാരത്തിലാണോ വിശ്വാസം? അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞത് അതേ ഉത്തരം. ഏതാണ്? നിരാകാരം തന്നെയാണ് എനിക്കിഷ്ടമായി തോന്നുന്നത്. മാസ്റ്റർ മഹാശയൻ വാക്കൊന്നും മാറിയില്ല. അന്നും നിരാകാരം തന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, ഇന്നും നിരാകാരം തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ മാസ്റ്റർക്കൊരു മാറ്റം വന്നത് വ്യക്തമാണ്. അതാണ് ഇതിനകത്തെ രസകരമായ ഭാഗം. എന്താണത്? അത് സാകാരം നിരാകാരത്തിലാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അന്ന് സാകാരത്തെക്കുറിച്ച് മാസ്റ്റർ മഹാശയന് ധാരണയൊന്നുമില്ലായിരുന്നു. കാര്യം അന്ന്, അതായത് ദ്വിതീയ ദർശന സമയത്ത് ഭഗവാനെ ആദ്യമായി കാണാൻ വന്ന സന്ദർഭത്തിൽ സാകാരം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മഹാശയൻ അതുവരെ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത് പ്രതിഷ്ഠയെക്കുറിച്ചാണ്. അതാണ് പ്രതിഷ്ഠ, ഒരു വിഗ്രഹത്തെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം, ഈ വിഗ്രഹത്തെക്കുറിച്ചാണ് സാകാരം എന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വിഗ്രഹം എന്ന സങ്കല്പത്തിലല്ല. അതാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, എനിക്ക് നിരാകാരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. പക്ഷേ ആ നിരാകാരം അന്ന് പറഞ്ഞ നിരാകാരമല്ല. ഇന്നത്തെ നിരാകാരത്തിൽ എന്താണ്? സാകാരം എന്ന് പറഞ്ഞത് അന്ന് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹത്തെയാണ് എങ്കിൽ, ഈ അറിവിൽ നിന്ന് മാസ്റ്റർ മഹാശയന് ഈ 12ാം അധ്യായം വരെ എത്തിയപ്പോൾ ഉണ്ടായ മാറ്റം, പ്രപഞ്ചമാണ് ഈ സാകാര രൂപം എന്ന് മാസ്റ്റർ മഹാശയന് മനസ്സിലായി. പ്രതിമയല്ല സാകാര രൂപം, പ്രപഞ്ചമാണ് സാകാര രൂപം. ആലോചിച്ചു, പ്രതിമയിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് മാസ്റ്റർ മഹാശയൻ്റെ അറിവ് വർദ്ധിച്ചു. നോക്കൂ, ഭഗവാൻ എങ്ങനെയാണ് ഒരു സാധകനെ വളർത്തിയെടുത്തത്. 12ാം അധ്യായം എത്തിയിട്ടേ ഉള്ളൂ. പ്രതിമയിൽ നിന്ന്
പ്രപഞ്ചത്തിലേക്ക്. അപ്പം പിന്നെ നിരാകാരത്തിലാണ് ഇഷ്ടം എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. കാര്യം സാകാരം എന്ന് അന്ന് വിശ്വസിച്ചിരുന്ന സാകാരമല്ല ഇന്നത്തെ സാകാരം. ഇത് പ്രപഞ്ചം മുഴുവനുമാണ് സാകാരം. ഭഗവാന്റെ ആ പ്രപഞ്ച രൂപത്തെയാണ് ഇപ്പോൾ സാകാരമായി കാണുന്നത്. പ്രപഞ്ച രൂപത്തെ കാണുമ്പോൾ നിരാകാരമായി തന്നെയാണ് ബോധ്യപ്പെടുന്നത്. കാര്യം പ്രപഞ്ചത്തെ മുഴുവനായി ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അനന്തമായ ആകാശവും അനന്തമായ കടലും ഈ പ്രകൃതിയും എല്ലാം അടങ്ങുന്ന ഈ വലിയ ബ്രഹ്മാകാരമായ ഈ സൗരയൂഥത്തെ മുഴുവൻ ഒരു മനുഷ്യൻ അയാളുടെ കണ്ണുകൊണ്ട് എങ്ങനെ ഒരു രൂപഘടനയിൽ കൊണ്ടുവരാൻ പറ്റും? അത്രയും വിശ്വരൂപമായ ഒരു ദർശനത്തിലേക്ക് മാസ്റ്റർ മഹാശയൻ മാറി എന്നുള്ളത് കൊണ്ടാണ് ആ സാകാരത്തെ ഉൾക്കൊള്ളാനും കാണാനുമുള്ള ശേഷി എനിക്കില്ലാത്തത് കൊണ്ടാണ് ഇന്നും എനിക്ക് നിരാകാരത്തിൽ തന്നെയാണ് എന്ന് പറയാനുള്ള ഒരു വലിയ കാരണം. അത്രമാത്രമാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ മാറ്റിയെടുത്തത്. അതാണ് ആ മാറ്റമാണ് ഒരവതാരത്തിന് മാത്രമേ അത് സാധ്യമാകൂ. ആ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള അവതാരത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഒരു ചെറിയ സ്പെസിമനാണ് മാസ്റ്റർ മഹാശയൻ. ഇത് ലോകം മുഴുവനുള്ള ലൗകികരെ മുഴുവനും ഈ ഒരു സ്പെസിമൻ്റെ അളവ് വെച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് വന്ന ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ മുഴുവനും ലക്ഷ്യം. അതുകൊണ്ടാണ് അല്പജ്ഞാനികളായ നമ്മൾ പോലും ഇന്ന് ഈ സാകാരത്തെയും നിരാകാരത്തെയും വചനാമൃതം വായിക്കുന്ന ആർക്കും ഉത്തമ ബോധ്യമുണ്ടാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിനുള്ള അറിവുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഈ സാകാരവും നിരാകാരവും തമ്മിലുള്ള ആ വ്യത്യാസമില്ലായ്മ, സാകാരവും നിരാകാരവും ഒന്ന് തന്നെയാണ് എന്ന് ഭഗവാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ ആ മാസ്റ്റർ മഹാശയൻ ഉൾക്കൊണ്ടതിൻ്റെ ഇപ്പോഴത്തെ ഈ ഭാഗം എത്തുമ്പോൾ സാകാരമെന്നും നിരാകാരമെന്നും രണ്ടായി പറയുന്നെങ്കിലും ഇത് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്താണ് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം ത്തിൻ്റെ ഭാഗം ഭഗവാൻ വിവരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ആ ഭാഗം, കാര്യം ഭഗവത്ഗീതയുടെ ആ ശ്ലോകം കൂടെ ഉൾപ്പെടുന്നത് കൊണ്ട് അത് ഇത്തിരി ദീർഘമാണ്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നുണ്ട്, നിനക്കും ആത്മോദ്ദീപനമുണ്ടാകും സച്ചിദാനന്ദ സാഗരത്തിൽ ആത്മമത്സ്യം ക്രീഡിക്കുന്നതായി തോന്നും എന്ന് മാസ്റ്റർ മഹാശയനോട് പറയും. ആത്മോദ്ദീപനം നൽകിക്കഴിഞ്ഞു. ഈ ആത്മോദ്ദീപനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നത്. അധ്യായം 6, ഗീതയിൽ അധ്യായം 6 ശ്ലോകം 5. അത് നമുക്ക് അടുത്ത തവണ ആ ശ്ലോകം കൂടെ നോക്കി നമുക്കിതിൻ്റെ ഭാഗം പൂർത്തിയായിട്ട് മനസ്സിലാക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. സ്വാമി നമസ്തേ. വളരെ നന്നായിരുന്നു. അമ്മയുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ? അനിയന്മാര് ഭാഗം വയ്ക്കുമ്പോ അതെ 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 അമ്മയുടെ ജീവിതത്തിൽ അതുണ്ട്. അതെ 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 രജിസ്ട്രേഷൻ വളരെ രസകരമായി. അതെ 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 അത് എന്ത് മനോഹരമായിട്ട് ഭഗവാൻ ആ ഉദാഹരണം പറഞ്ഞത്. ഭഗവാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് മധുരൻ വിചാരിച്ചതാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ പോയി ഒപ്പിടാനൊന്നും വരില്ല എന്ന്. ഭഗവാനോട് പറയുക ആ സ്വത്തിൻ്റെ ഭഗവാന്റെ പേരിൽ കുറച്ച് സ്ഥലം, എൻ്റെ കാലം കഴിഞ്ഞാൽ ഭഗവാനെ ഈ മക്കളെല്ലാം കൂടെ ഇറക്കി വിടും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ അത് ഇറക്കി വിട്ടു. അത് മധുരന് നേരത്തെ അറിയാം അവന്മാർ ഇറക്കി വിടുമെന്ന്. അപ്പോൾ ഭഗവാന്റെ പേര് കുറച്ച് സ്ഥലം, അതിന് ഗദാധർ ചാറ്റർജി എന്നുള്ള പേരിൽ പോയി അത് രജിസ്റ്റർ ചെയ്യണം. അതാണ് തമാശ ഉണ്ടായത്. അയ്യോ അയ്യോ ഓം ശ്രീ ശാരദാ ദേവി നമഃ.
ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം. രാജേശ്വരി എന്നെ